അയ്യാ വണക്കം. ബീഹാറിലൊരു രാഷ്ട്രീയ വിവാദം കടന്ന് കൊടുമ്പിരി കൊള്ളുന്നുണ്ട്, അഥവാ കത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ തൃത്താലയിൽ തോറ്റ ബലരാമൻ്റെ വിവാദമായിരിക്കുമെന്ന്. കാരണം ബലരാമൻ ഇവിടെ ഇരുന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ ബലരാമൻ വിചാരിച്ചില്ല അങ്ങ് ബീഹാറിൽ അടിയിട്ടുവെന്ന്. ബലരാമൻ GSTയിൽ ആ ബീഡിയുടെ GST കുറച്ചതിനെ വിമർശിച്ചുകൊണ്ട് ബീഹാറികളെ മുഴുവൻ പുച്ഛിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസ്സുകാരെ എല്ലാം അവിടെ ഓട്ടിച്ചിട്ട് അടിക്കുകയായിരുന്നു. ബലരാമൻ്റെ ഇവിടെയുള്ള എന്തൊക്കെയോ പോസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന, സമ്പൂർണ്ണമായി കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞാണ് ബലരാമൻ ഇവിടെ കിടന്ന് ചെയ്ത്. സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ബലരാമനെ അടി കിട്ടും എന്നായപ്പോഴാണ് എനിക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല. ഒരു സത്യം പറയട്ടെ, ഞാനിടുന്ന പോസ്റ്റില്ലേ, ആ പോസ്റ്റിനൊന്നും ഒരു ആധികാരികതയില്ല. ഇതൊക്കെ ഈ അന്തം കുങ്ങികൾ ഇന്ന് പോസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ബലരാമൻ രംഗത്തെത്തിയിട്ട് ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് രാജിവെച്ച് പൊടിയും തട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ആ വിഷയമല്ല ഈ ബീഹാറിൽ കത്തുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണെന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുടെ ഒരു AI വീഡിയോ അവിടെ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു ഡീപ്പ് ഫേക്കാണ്. ഇവന്മാർ അല്ലെങ്കിലും ഇത്തരത്തിൽ ഡീപ്പ് ഫേക്കിൻ്റെ ആളുകളാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഫേക്ക് അല്ലാത്ത ഒരു കാര്യം മാത്രമേ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കാതെ ഇരിപ്പുള്ളൂ. അത് BJPക്കാരാണ് പ്രചരിപ്പിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി കുട്ടി നക്കറിട്ടുകൊണ്ട് പട്ടായ കിടന്ന് കറങ്ങുന്ന പടമാണ്. അത് മാത്രം ഫേക്കല്ല. അത് പ്രചരിപ്പിക്കുമ്പോൾ BJPക്കാരന്മാർ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കേസ് പോലും കൊടുക്കാൻ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ തയ്യാറല്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മലേഷ്യ കിടന്ന് കറങ്ങുന്ന ഒരു ഫോട്ടോ വന്ന് ഇരുന്ന് കറങ്ങുന്നു, നിന്ന് കറങ്ങുന്നു, വണ്ടിയിൽ പോകുന്നു, അപ്പുറത്തെ വണ്ടി കൂടെ പോകുന്ന ആൾ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് ഭാര്യ മക്കളെയും കാണാനാണ് എന്നൊക്കെയാണ് ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ എഴുതുന്നത്. ബംഗ്ലാദേശി പത്രമാണ്. അതിനും കേസ് കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു കേസെങ്കിലും കൊടുക്കണ്ടേ? കേസ് കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് പല കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറയും, ഇങ്ങോട്ട് വന്നേ, അതങ്ങനെയല്ല, എൻ്റെ സെറ്റപ്പ് അങ്ങനെയല്ലെന്ന്, അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് താത്വികമായിട്ടുള്ള രണ്ട് അവലോകനങ്ങൾ അടിക്കും അവന്മാരെ പൊടിയും തട്ടി പറഞ്ഞുകൂടും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ബീഹാറിൽ നരേന്ദ്രമോദി ഉറക്കത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നു. ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ വന്ന് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ അമ്മയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹം മാതൃത്വത്തെക്കുറിച്ചും മാതാവിൻ്റെ വാത്സല്യത്തെക്കുറിച്ചും സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത് രാഷ്ട്രീയപരമായിട്ട് വോട്ട് നേടാനുള്ള ഒരു സെറ്റപ്പാണ് എന്ന് പല ആൾക്കാരും പറയാം. അതിൽ തെറ്റില്ല, അങ്ങനെ പറയുന്നത് തെറ്റില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും വോട്ട് നേടാൻ പറയണത് എന്ന് പറയാമല്ലോ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളേക്ക് എന്നാൽ പിന്നെ ഒരു സ്മോക്കിംഗ് ഫെസ്റ്റ് നടത്തിക്കളയാം, അത് മോദി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന നാടാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരോടും സുഡാപ്പികളോടുമാണല്ലോ, നിൻ്റെ അടുത്ത് തന്നെ അങ്ങനെയല്ലേ ആണ്. നരേന്ദ്രമോദി നാളെ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽക്കഹോൾ ഫസ്റ്റ് നടക്കും. അതാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത. പിന്നെ സുരേഷ് ഗോപിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ BJP MP ആണല്ലോ സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേകത ഉള്ളത്, സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോയി കൈവച്ചാൽ അവിടെ സർക്കാരിൻ്റെ സഹായം പറന്നെത്തും. ഇപ്പോൾ വയനാട് അവിടെ വലിയ രീതിയിൽ നമ്മുടെ ചൂരൽമലയിലൊക്കെ ദുരന്തം ഉണ്ടായല്ലോ. അതിനുശേഷം സർക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നാളെ സുരേഷ് ഗോപി എങ്ങാനും അവിടെ എത്തി ആർക്കെങ്കിലും 10 ചോറിൻ്റെ പൊതി കൊടുത്തെന്നറിഞ്ഞാൽ പിന്നെ ഒഴുക്കായിരിക്കും. DYFIക്കാരന്മാരുടെയും സുഡാപ്പികളുടെയും കൊങ്ങികളുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാവരുടെയും ഒഴുക്കായിരിക്കും. പിന്നെ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കാനുള്ള പല രീതികളും ഇവന്മാർ അവലംബിക്കും. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വയറ്റിപ്പഴപ്പാണ്. ഇതാണ് മാങ്കൂട്ടത്തിന് പെണ്ണ് കേസ് വന്നതിന് പിന്നാലെ ഇനിയിപ്പം MLA സ്ഥാനം പോയാൽ പണിയെടുത്ത് തിന്നേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് മാങ്കൂട്ടം കടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ വയറ്റിപ്പഴപ്പിൻ്റെ ഒരു കേസാണ്, പിറ്റി പൊളിറ്റിക്സ്. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹം വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണെന്ന് പറയും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ലോകത്ത് അമ്മയല്ലാതെ ആരുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആരുമില്ല. മോദി എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ബാലവിവാഹമായിരുന്നു, അല്ലേ? അതൊക്കെ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് എല്ലാം അറിയാം. നരേന്ദ്രമോദി കഴിച്ചത് ബാലവിവാഹമാണെന്നും അദ്ദേഹം അന്ന് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയതാണെന്നും ആ വിവാഹം സാധുവല്ല എന്നും എല്ലാവർക്കും അറിയാം. എങ്കിലും അവർ പ്രചരിപ്പിക്കുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു നരേന്ദ്രമോദി എന്നാണ്. അത് പറയുമ്പോൾ മനസ്സിനൊരു സുഖം. പോരാത്തതിന് നരേന്ദ്രമോദിക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല. ആ അമ്മ നരേന്ദ്രമോദിയെ വളർത്തിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയണ്ടേ?
ആ അമ്മ നരേന്ദ്രമോദിയെ വളർത്തിയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹീരാബെൻ, അതാണ് നരേന്ദ്രമോദിയുടെ അമ്മയുടെ പേരെന്ന് പറയുന്നത്, അവർ നരേന്ദ്രമോദിയെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്. ഈ വഡോദരയിലെ ചെറിയൊരു പട്ടണം, വറ്റ്നഗർ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്. അവിടെ ഒരു പട്ടണത്തിലാണ് ഈ ഹീരാബെൻ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ജീവിച്ചിരുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കൊടിയ ദാരിദ്ര്യം. ഒരു കാര്യം ആലോചിച്ച് നോക്കണം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലമാണ്. ആ സമയത്താണ് അവരവിടെ ജീവിച്ചിരുന്നത്. ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് 6 മക്കളുണ്ടായിരുന്നു. അവർക്ക് ഒരു ഭർത്താവ്, ആ ഭർത്താവാണെങ്കിൽ ചായക്കച്ചവടക്കാരനായിരുന്നു. ഡെയിലി കുടുംബം പോറ്റാൻ തന്നെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അതായിരുന്നു ഹീരാബെൻ. ആ 6 മക്കൾക്കും അവർ കൊടുത്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ദിവസങ്ങളിൽ കഴിക്കാൻ ഭക്ഷണം പോലും കാണില്ല. അപ്പോൾ സ്വന്തം വയറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് തനിക്കുള്ള ഭക്ഷണം മക്കൾക്ക് പകുത്ത് നൽകും. അത് ഈ അമ്മ എന്നല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചില വാർത്തകളൊക്കെ അമ്മമാരുടെ ക്രൂരതകളെ പറ്റി വരുമ്പോൾ മാത്രമേ എനിക്ക് ഡൗട്ട് തോന്നാറുള്ളൂ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ അമ്മ കഴിക്കുകയുള്ളൂ. അത് എൻ്റെ അമ്മയായിരുന്നാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തന്നു കഴിഞ്ഞ ശേഷം മാത്രമേ അമ്മ കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി എനിക്ക് കുറഞ്ഞു പോയാൽ അമ്മയുടെ പാത്രത്തിൽ നിന്ന് അമ്മ എടുത്ത് വയ്ക്കും. അതാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അമ്മമാരെ അധിക്ഷേപിക്കരുത്. അമ്മമാരെ അധിക്ഷേപിക്കുന്നവർക്ക് അടി കിട്ടിയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള. എന്തായിരുന്നാലും ആ ഒരു ചെറുപട്ടണത്തിൽ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ ഹീരാബെൻ മോദി എന്ന് പറയുന്നത്. 6 മക്കളെ അവർ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ഇവർ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിളിച്ചുണർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു, എക്സസൈസ് ചെയ്യാൻ പറയുമായിരുന്നു, പഠിക്കാൻ പറയുമായിരുന്നു, ശുദ്ധമായിട്ടുള്ള മൂല്യങ്ങൾ, ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴും ചില സുഡാപ്പികൾക്ക് കുരുവൊട്ടും, പിന്നെ പകർന്നു കൊടുക്കുന്നു എന്നൊക്കെ ചിലവന്മാർ പറയാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും പറയും, അവന്മാരുടെ മതമാണ് വലുത്, ആ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഗ്രേറ്റ്നസ് എന്ന് മാത്രം വിശ്വസിച്ചിരിക്കുന്ന മണ്ടയിലൊന്നുമില്ലാത്തൊരു ടീമാണ്. അതായത് മണ്ട പോയ തെങ്ങാണ്. അതുകൊണ്ട് അത് അർഹിക്കുന്ന അവജ്ഞയോടുകൾ കൂടി തള്ളുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രധാനമന്ത്രിയായ അദ്ദേഹം ഇന്ന് രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. 2001 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വന്നു. അതിന് അവിടെ തൊട്ട് എതിർത്ത് തുടങ്ങിയതാണ്. ഒരു സ്ഥലത്ത്, അതായത് ഒരൊറ്റ സ്ഥലത്ത് പോലും ഈ മനുഷ്യനെ നിനക്കൊന്നും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല പ്രധാനമന്ത്രിമാരും, ഇന്ദിരാഗാന്ധി എനിക്കിഷ്ടമാണ്, ഞാൻ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേസമയം എതിർക്കുന്ന കാര്യങ്ങളുമുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെയും ഞാൻ അനുകൂലിക്കുന്നത് കൊണ്ട് ഇവൻ പക്കാ നരേന്ദ്രമോദി ഭക്തനാണ്, അങ്ങനെയല്ല. നമ്മൾ തെണ്ടിത്തരം കണ്ടാൽ തെണ്ടിത്തരമാണെന്ന് തന്നെ പറയണ്ടേ? ഇത് സത്യമല്ലേ? 2001 അദ്ദേഹം അവിടെ അധികാരത്തിലേറിയ ശേഷം അദ്ദേഹം എത്ര തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, അതിനുശേഷം അദ്ദേഹം എത്ര തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഇനിയും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇപ്പോൾ വേൾഡ് ലീഡറായി. അപ്പോൾ നീയൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്ന വിശ്വഗുരു എന്ന് പറഞ്ഞുകൊണ്ടാണ്, മനസ്സിലായി? പക്ഷേ ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് തലയ്ക്കൊക്കെ ഓളമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മനുഷ്യൻ വെറുതെ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ തലപ്പത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തെത്തി, ഇപ്പോൾ ലോകത്തിൻ്റെ തലപ്പത്തെത്തി. അമേരിക്കയുടെ ട്രംപ് മോദിയെ കാണാൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. പണ്ട് അമേരിക്ക വരട്ടിയ ഇവിടെയുള്ള പ്രധാനമന്ത്രി മുണ്ടും തുണിയില്ലാതെ അങ്ങോട്ട് ഓടുമായിരുന്നു. ഇപ്പം മോദിയെ കാണാൻ കോഡ് മീറ്റിങ്ങിന് ഞാൻ വരാൻ കേട്ടോ എന്ന് ട്രംപ് പറഞ്ഞപ്പം വേണ്ട എന്നാണ് നരേന്ദ്രമോദി തിരിച്ചു പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മുടെ നാടെത്തി നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് സഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം മറ്റൊരു പാകിസ്ഥാനാക്കി ഇതിനെ മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ഇങ്ങനെ വിരാജിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും അമ്മയെക്കുറിച്ച് പറയും. അദ്ദേഹം അമ്മയെ സന്ദർശിക്കാൻ പോകും. അദ്ദേഹം അമ്മയെ സന്ദർശിക്കാൻ പോവുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. അമ്മ തിരിച്ചും ഭക്ഷണം വാരി കൊടുക്കും. ഭഗവത്ഗീതയും രാമായണവും എല്ലാം അടുത്തിരുന്ന് പാരായണം ചെയ്യും. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും പല TV ചാനലുകളും പല ആൾക്കാരും കാണും. അപ്പോൾ പറയുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന്. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് കണ്ടിട്ട് 2 പേർക്കെങ്കിലും സ്വന്തം അമ്മയോട് ഒരു സ്നേഹം തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ എന്ന് കരുതിയാണെന്നങ്ങ് വച്ചോ. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ എന്ന് പറയുന്നത്. ഈ ചെറു പട്ടണങ്ങളിലും ഈ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഈ സൂത്രം നെയ്യാമോ, സൂത്രം എന്ന് പറഞ്ഞാൽ ഈ നെയ്ത്തിൽ തുണി നെയ്യാനായിട്ട് പോകും. അങ്ങനെ നമ്മുടെ നരേന്ദ്രമോദിയെ പഠിപ്പിച്ചൊരു സ്ത്രീയാണ്. 6 മക്കളെ പഠിപ്പിച്ചൊരു സ്ത്രീയാണ്. പോരാത്തതിന് അവർ അടുക്കളപ്പണിക്ക് പോകുമായിരുന്നു. ഈ പാവപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അടുക്കള പണിക്ക് പോകുമായിരുന്നു. ഭർത്താവും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് വളർന്നു വന്നൊരു സ്ത്രീ, അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ ഭരണത്തിലേറിയപ്പോൾ പോലും അദ്ദേഹത്തെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടില്ല.
അദ്ദേഹത്തെ വിളിച്ചടാ, എനിക്ക് നിന്നെ കാണണം, നീ എവിടെയാണ്, ഞാനിവിടെ വയസ്സായിരിക്കുകയാണ്, എന്നെപ്പറ്റി നിനക്കൊരു ധാരണയില്ല. നമ്മുടെ നാട്ടിലെ അമ്മമാർ അങ്ങനെയാണല്ലോ പാവം. അത് നമുക്ക് അവർ കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം സ്വന്തം മക്കളെ കാണണമെന്ന് ഏതമ്മയ്ക്കും ആഗ്രഹം കാണും. പക്ഷേ ആ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അവനവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവൻ നോക്കി നടത്തുകയാണ്, അതിലെനിക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞ് 99 വയസ്സായിട്ടുള്ളൊരു സ്ത്രീ വീട്ടിലിരിക്കുകയാണ്. അതാണ് പവർ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ ഒരു മനോബലം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ത്രീയുടെ ഒരു മനോബലം അതാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒന്ന് വിരൽ ഞൊടിച്ചാൽ ട്രംപ് മുതൽ ബൈഡൻ മുതൽ നെതന്യാഹു മുതൽ 100 പേര് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് ഗുജറാത്തിൽ വന്ന് നിൽക്കും. അങ്ങനെ എന്താണ് ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അവിടെ വന്നു, രാവിലെ ഒരിറ്റ് കണ്ണീര് പോലും പൊഴിച്ചില്ല. മരണമാണ്, എല്ലാവർക്കും സംഭവിക്കും, എനിക്കും മരണം സംഭവിക്കും. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അമ്മയുടെ കാൽ തൊട്ട് വന്നിച്ചു, സകല ശേഷക്രിയകളും നടത്തി അമ്മയെ ദഹിപ്പിച്ചു. അതിനുശേഷം രാജ്ഞി രാമായണം അദ്ദേഹം വന്നത് കേരളത്തിലോട്ടാണ്. 2-3 ഉദ്ഘാടനങ്ങളൊക്കെ അവിടെ നടത്തി. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. സങ്കല്പിക്കാൻ പറ്റുമോ? നിനക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ? ചുമ്മാ പറയുന്നതല്ല, സങ്കല്പിക്കാൻ പറ്റുമോ നിനക്കൊക്കെ? ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം അമ്മയെ കാണുന്നത്. ആ അമ്മയെക്കുറിച്ചാണ് ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ ബീഹാറിൽ ഇവന്മാരുണ്ടാക്കിയിട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോണിയാഗാന്ധിയെ വിമർശിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും രംഗത്തെത്തുന്നത്. സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി വിമർശിക്കും. പൊളിറ്റിക്കലി വെൽ നോൺ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ അവിടെയും പ്രധാനമന്ത്രി സോണിയാഗാന്ധിയെ വിമർശിക്കുമ്പോൾ സോണിയാഗാന്ധിയെ പച്ചത്തെറി വിളിക്കാറില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ പച്ചത്തെറിയാണ് ബീഹാറിലൊരു റാലിയിൽ വിളിച്ചത്. സോണിയാഗാന്ധിയെ പച്ചത്തെറി വിളിക്കാറില്ല. സോണിയാഗാന്ധിയെ കൂടിപ്പോയ പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് ഡൈനാസ്റ്റിയിലെ ഒരു സ്ത്രീ. അത്ര മാത്രമാണ് പറയുക. അതൊരു പൊളിറ്റിക്കൽ വിമർശനമാണ്, തള്ളയ്ക്ക് വിളിയല്ല അത്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ വിമർശിക്കുന്നത് ഷാഹി കുടുംബം, അതായത് റോയൽ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു വിമർശനമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ആകപ്പാടെ സോണിയാഗാന്ധിക്ക് നേരെ വന്ന ആ വിമർശനത്തിന് ഞാൻ എതിരാണ്. സോണിയാഗാന്ധിക്ക് നേരെ വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് 2004 സോണിയാഗാന്ധി മൻമോഹൻ സിംഗിന് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മത്സരിക്കാൻ നിന്നപ്പോൾ സുഷമ സ്വരാജിൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പേര് സ്വരാജ് കൗശൽ എന്നാണ്. അദ്ദേഹം സോണിയാഗാന്ധി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏത് തരത്തിലാണ് യോഗ്യ എന്ന് പറയുകയും, പോരാത്തതിന് സോണിയാഗാന്ധി ഇറ്റാലിയൻ ഒറിജിനാണ്, ഇറ്റാലിയയിലുള്ള ഒരു പശുവാണ് ജേഴ്സി പശുവാണെന്ന് പറയുകയും ചെയ്തു. അതിലൊരു ശരിയേടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് ഞാനതിനെ എതിർക്കുകയാണ്. അത് അനുകൂലിക്കുന്ന ആൾക്കാരുമുണ്ട്, അത് അവരുടെ കാര്യം. പക്ഷേ ഇതെൻ്റെ കാര്യമാണ്, ഞാനതിനെ എതിർക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതൊരു വലിയ 2004 സംഭവമാണ്. ഇതെടുത്തുകൊണ്ടാണ് പല ആൾക്കാരും ഇതിനെ വിമർശിക്കുന്നത്. പക്ഷേ ഇവിടെ ഡയറക്റ്റായിട്ട് കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രിയുടെ അമ്മയെ, പ്രധാനമന്ത്രി പോട്ടെ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അമ്മയെ ഇങ്ങനെ വിമർശിക്കുന്നത് ഏത് തരത്തിലാണ് നീതീകരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഇറ്റലിയിൽ ജനിച്ചൊരു സ്ത്രീയാണ്. ശരിയാണ്, സോണിയാഗാന്ധി അവിടെ ഒരു മദ്യശാലയിലെ നർത്തകിയായിരുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ സോണിയാഗാന്ധിയെ പറ്റി ഇടുന്നുണ്ട് പല ആൾക്കാരും. അതിൽ സംഖ്യകളുണ്ട്, കമ്മികളുണ്ട്, അങ്ങനെ പല ആൾക്കാരും സോണിയാഗാന്ധിയെ പറ്റി ഇടുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതായത് സോണിയാഗാന്ധി എന്താണ് ഇറ്റലിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. സോണിയാഗാന്ധിയുടെ അച്ഛൻ ഒരു കോൺട്രാക്ടറാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പോരാത്തതിന് സോണിയാഗാന്ധി ഇറ്റലിയിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധി അവിടെ വാർസിറ്റി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ കേംബ്രിഡ്ജിലെ ഒരു പ്രശസ്തമായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ അവിടെ വെയിട്രസ് ആയിട്ട് നിന്നിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ മദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും മദ്യമുള്ളത് കൊണ്ട് തന്നെ മദ്യം വിളമ്പി കാണാം. അപ്പോൾ അങ്ങനെ നിന്നിട്ടുണ്ട്. അതും ഒരു ഡെയിലി എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ളൊരു ജോബായിട്ടാണ് ഇറ്റലി എന്ന് പറയുന്ന നാട്ടിലും ലണ്ടൻ എന്ന് പറയുന്ന ആ നാട്ടിലും. അവിടെയൊന്നും അതൊരു തെറ്റല്ല. നമ്മുടെ നാട്ടിലാണ് സ്ത്രീകൾ ബാറിൽ മദ്യം വിളമ്പിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ മദ്യം വിളമ്പിക്കഴിഞ്ഞാൽ വലിയ വിഷയമായി അതിനെ കാണുന്നത്. പക്ഷേ ഇത് ഒരു വലിയ വിഷയമല്ല. അത് പാശ്ചാത്യ രാജ്യമാണ്. അവിടെ ഒരു വിഷയം, അവിടെ വെച്ച് രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ കാണുന്നു, അവർ പ്രണയിക്കുന്നു. സോണിയാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നു. അത് സോണിയാഗാന്ധിയുടെ ഭാഗ്യം. പിന്നീട് സോണിയാഗാന്ധിയുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ എതിർക്കും. സോണിയാഗാന്ധിയുടെ പല നയങ്ങളും പല നിലപാടുകളും എല്ലാം തന്നെ പല ഘട്ടത്തിലും സ്വന്തം മാതൃരാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പച്ചക്കറിയാവുന്നുള്ളൊരു കാര്യമാണ്. പിന്നെ സോണിയാഗാന്ധിയുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധി തരികിടയുടെ ഉസ്താദാണ്. അത് പറയാതിരിക്കുക യാതൊരു വിധ നിവൃത്തിയില്ല. അതിനെയൊക്കെ നമ്മൾ എതിർക്കും. വ്യക്തി ജീവിതത്തിൽ കടന്നു കയറി ആക്രമിക്കുന്നത് അതിനെ നമ്മൾ എതിർക്കും.
മറ്റേത് അത് പൊളിറ്റിക്കലാണ്, അതിനെ നമ്മൾ എന്തായാലും എതിർക്കും. അതാണ് നമ്മുടെ, പ്രത്യേകിച്ച് എൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. ആ ധാർമ്മികത വിട്ടൊരു കളിയില്ല. ഇനി സോണിയാഗാന്ധി അത് ചെയ്തു ഇത് ചെയ്തു അതൊന്നുമല്ല. ഇന്ത്യയുടെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൊരു വിമർശനം എന്ന് പറയുന്നത് 2004 സ്വരാജ് കൗശൽ ഈ ഉണ്ടാക്കിയ ഒരു വിമർശനം മാത്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് നാക്ക് വളച്ച് സോണിയാഗാന്ധിയുടെ മാതൃത്വത്തെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയെ തെറി വിളിക്കുന്നു. മോദിയെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദുര്യോധനാണ്, വോട്ട് ചോറാണ്, ചൗക്കീദാർ ചോറാണ്, നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിനക്കൊന്നും വേറെ പണിയില്ലേടെ എന്നാണ് നാട്ടുകാർക്ക് ഉപകാരമുള്ള വല്ലതും ചെയ്യും എൻ്റെ പൊന്ന് രാഹുൽ ഗാന്ധി അണ്ണ, എൻ്റെ പൊന്നു മല്ലയ്യ. അല്ലെങ്കിൽ ആ വേട്ടാവളിയെ പിടിച്ച് മാറ്റിയിട്ട് വിവരമുള്ള ആരെങ്കിലും പിടിച്ച് അവിടെ ഇരുത്ത്, ശശി തരൂരിനെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ അവിടെ പിടിച്ചിരുത്ത്. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ മോദിക്ക് ഒരു കോമ്പറ്റീഷൻ വന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മാറ്റാൻ BJP ജന്മം ചെയ്താൽ സമ്മതിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ കഥ ഇതാണ്, അമ്മയുടെ കഥ ഇതാണ്. അതുകൊണ്ട് അമ്മമാരെ ഒന്നും തൊട്ട് കളിക്കരുത്, അത് മോശമാണ്. അമ്മമാരെ തൊട്ട് കളിക്കുന്നവൻ്റെ നട്ടല്ലടിച്ചൊടിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ധാർമ്മികതയുള്ള പല ആൾക്കാരുടെയും ഒരു മനോവിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരി.